എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നതേ മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ ചെറിയ രീതിയിലൊരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മാങ്ങോട്ടുകാവിലെ ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് വിടാനൊരു ചെറിയൊരു കാരണം കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ അവസാനം മനസ്സിലാകും. ഇപ്പോൾ ഇവിടെ ഞാൻ ഞായറാഴ്ച വന്നതാണ്. ഞാൻ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷേ ഭഗവതിയുടെ അമ്പലം ഒക്കെ പൊളിച്ച് പണിതിട്ട് ഒക്കെ കരിങ്കല്ല് പടവും കൊണ്ടൊക്കെയാണ് കേട്ടോ പടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒക്കെ മേൽക്കൂരയും ചുറ്റുമതിലൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കരിങ്കല്ലും കൊണ്ടാണ് ഭിത്തി പടുക്കുന്നത് കേട്ടോ. ഇത് പിന്നെ അവിടെ അഭിഷേകത്തിനൊക്കെ നേദ്യത്തിനും പുഷ്പാഞ്ജലിക്കൊക്കെ ഉള്ള ക്യൂ ആണിത്. ഞായറാഴ്ച ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടെടുക്കാൻ പറ്റില്ല, അമ്മാതിരി തിരക്കാണ് അവിടെ. അപ്പോൾ വേണ്ട എല്ലാവിടെയും എല്ലാ കൗണ്ടറിലും തിരക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മൂക്കോടൻ ചാത്തൻ്റെ അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ഉണ്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. പക്ഷെ ഞാനതിൽ ക്യൂവിലൊന്നും നമ്മൾ നിന്നൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ്ട. ഈ ഭാഗമാണ് നടക്കലേക്ക് കയറുന്ന ഭാഗമാണ് കേട്ടോ. കരിങ്കല്ല് ഭിത്തിയാണ് അതൊക്കെ പൊളിച്ച് വെച്ചിറങ്ങുന്നത്, ഒക്കെ റെഡിയാക്കി വെച്ചിറങ്ങുന്നതൊക്കെ കരിങ്കല്ല് ഭിത്തിയും കൊണ്ടാണ്. അമ്പലം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ അമ്പലം കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേലയുണ്ട് അവിടെ. അപ്പം ഇനിയിപ്പോൾ വേണ്ടോ, അപ്പോൾ വേലയ്ക്ക് പോകണം നമ്മൾ. ഇപ്പോൾ ഇത് നമ്മൾ മൂക്കോടൻ ചാത്തൻ്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടറക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വെച്ചാൽ മൂക്കോടൻ ചാത്തൻ്റെ അടുത്താണ് പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ അപ്പോൾ അവിടെ കൊടുത്ത് റെസിറ്റൊക്കെ ആക്കി മുട്ടർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ് കണ്ടോ. ചാത്തൻ നിൽക്കണുണ്ടോ. അപ്പോൾ ഇവിടെ എന്ത് തന്നെ നമ്മൾ നന്നായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് മുട്ടിറക്കി കഴിഞ്ഞാൽ ഫലിക്കുന്നതാണ് പറയപ്പെടുന്നത് കേട്ടോ. നമുക്ക് അനുഭവം കൊണ്ടൊക്കെയാണ് നമ്മളും പറയുന്നത്. ഇത് മണ്ഡപമാണ്, എന്താ വെച്ചാൽ മാങ്ങോട്ട് ഭഗവതിയുടെ മണ്ഡപമാണിത്. അപ്പം ഞാൻ അത് 4 പുറം നടന്ന് കാണിച്ചു തരാണ് എല്ലാവർക്കും. ഇത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇവിടെ വന്ന് കണ്ടോളാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ വന്നപ്പോൾ ഇത് ചെറുങ്ങനെ ഒന്ന് വീഡിയോ എടുക്കുകയാണ്. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ 11 മണിക്ക് അന്നദാനം ഉണ്ട്, മിക്ക ദിവസങ്ങളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ അന്നദാനത്തിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ കണ്ടോ. ഇനി ഇവിടെയൊക്കെ പണിയാണ്ട് കേട്ടോ. അത് ഫുള്ള് പൊന്തിക്കും, ഇത് കരിങ്കല്ല് ഭിത്തി ഫുള്ള് പൊന്തിക്കും ഉണ്ടോ. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അന്നദാനത്തിന് ദേനയാണ്. ഈ അന്നദാനത്തിന് അതുണ്ടോ കൈമതിൽ കണ്ടോ, വരി കണ്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് അന്നദാനത്തിന് ഇങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടോ, മേലൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അത് അന്നദാനത്തിൻ്റെ ക്യൂ ആണ്. ഞാനൊക്കെ ഇവിടെ നിന്ന് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. 11 മണിക്ക് വന്നിട്ട് ഫുഡൊക്കെ ഞാനും കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡാണ്, അതായത് ഒരു ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇത് പിന്നെ പായസത്തിനുള്ള വരിയാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. ഇവിടെ മറ്റേ കടുമധുരം പായസമുണ്ട്, അതിനുള്ള വരിയാണിത്. അപ്പോൾ കണ്ടോ, ഇപ്പം അത് ഇപ്പുറത്ത് ഈ നിൽക്കുന്ന ക്യൂ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തീർത്ഥവും കാര്യങ്ങളും പ്രസാദമൊക്കെ കിട്ടുന്നതാണ്. ഇതാ ഇവിടെ പുഷ്പാഞ്ജലി കൗണ്ടറാണിത്. പക്ഷേ പുഷ്പാഞ്ജലി കൗണ്ടറിലൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. പുഷ്പാഞ്ജലി കൗണ്ടറിലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെ. എന്താ വെച്ചാൽ QR കോഡിലാണ് പുഷ്പാഞ്ജലി കൊടുക്കുന്നത്. ഇപ്പോൾ QR കോഡ്, അതായത് നമ്മൾക്ക് ഭസ്മാണെച്ചാലും ശരി, ചന്ദനാണെച്ചാലും കളഭാണെച്ചാലും മഞ്ഞപ്പൊടി ആണെച്ചാലും ഒക്കെ QR കോഡിലാണ്. ഇതിന്ന് അവിടെ നന്നായിട്ട് പറ വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. കുറേ ആൾക്കാർ പറയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഭഗവതിൽ എന്തോ ഇതുണ്ട്, ഞായറാഴ്ച ആയ കാരണം തോന്നുന്നു. നമ്മളിവിടെ എല്ലാ പ്രാവശ്യം വരാത്ത കാരണം നമുക്കതിനെക്കുറിച്ച് വലിയതായിട്ട് അറിയില്ല. അപ്പോൾ അത് നടക്കലേക്ക് പോണ ഭാഗമാണ്. അതുകൊണ്ട് അത് കാണുന്നതാണ് ഇത് ഭഗവതി ഇരിക്കുന്ന സ്ഥലമാണത് കണ്ടോ. ഇതാണ് QR കോഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് സാധനം. ഇതും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സംഭവവും QR കോഡിലാണ്, ഭസ്മവും കളവും എല്ലാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ എന്നാൽ ബൈ.